10,000 വർഷങ്ങളായി ഒരു ഐലൻഡിൽ ഭൂമിക്കടിയിലുണ്ടായിരുന്ന ഒരു ഭീമാകാരൻ പൈത്തൺ പാമ്പും ദിനോസറും പുറത്തേക്ക് വരുന്നു. ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായി കുറച്ചാളുകൾ അവിടേക്ക് വരുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാനായി നമുക്ക് ഈ അടിപൊളി ചൈനീസ് മൂവി കാണാം. സ്നേക്ക് 3 പൈത്തൺ വേഴ്സസ് ഡിനോസർ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഐലൻഡാണ്. അവിടെ ഒരു സംഘം ആളുകൾ വന്ന് തീം പാർക്കിന്റെ കൺസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുകയാണ്. അവിടേക്ക് അവരുടെ സൂപ്പർവൈസർ വരുന്നു. എന്നിട്ട് അയാൾ കാടിന്റെ ഉള്ളിലുള്ള വർക്ക് സൈറ്റിലേക്ക് എത്തുന്നു. അവിടെ അവർ കൺസ്ട്രക്ഷന് വേണ്ടി മണ്ണെടുക്കുമ്പോൾ ദിനോസർ പോലെയുള്ള പല പല വലിയ ജീവികളുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. താഴത്തുള്ള സ്ഥലം നിരപ്പല്ലാത്തതിനാലും പാറ കണ്ടതിനാൽ അവർ അവിടെ എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്ത് പൊട്ടിക്കാനായി നോക്കുന്നു. സൂപ്പർവൈസറോട് ബോംബ് പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഐലൻഡിന്റെ ഓണറെ വിളിച്ച് എക്സ്പ്ലോസീവ് ഉപയോഗിക്കട്ടെ എന്ന് അനുമതി ചോദിക്കുന്നു. എന്നിട്ട് 3 മാസം വർക്ക് ചെയ്ത പേയ്മെന്റ് സെറ്റിൽ ചെയ്യാനും പറയുന്നു. ഓണർ വേഗം പണി തീർത്താൽ പേയ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. സൂപ്പർവൈസർ രണ്ടും കൽപ്പിച്ച് എക്സ്പ്ലോസീവ്സ് ഓൺ ആക്കുന്നു. ഉടനെ തന്നെ ബോംബ് പൊട്ടുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ അവിടെ നോക്കുമ്പോൾ ഒരു വലിയ കുഴി രൂപപ്പെട്ടത് കാണുന്നു. ആ കുഴിയിൽ നോക്കുമ്പോൾ പാറ പോലെ എന്തോ ഒന്നുള്ളത് കാണുന്ന സൂപ്പർവൈസർ അതെന്താണെന്ന് നോക്കാൻ 2 പേരെ അതിന്റെ അടുത്തേക്ക് വിടുന്നു. ആ 2 പേർ അതിന്റെ അടുത്ത് ചെന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും ആ പാറ പോലെയുള്ള സാധനം അനങ്ങുന്നു. ഇതെല്ലാം കണ്ട് അവിടെയുള്ളവർ ഇതെന്താണെന്ന് നോക്കുമ്പോഴേക്കും ആ സാധനം കുഴിയുടെ അടിയിലേക്ക് പോകുന്നു. പിന്നീട് അത് ആ കുഴിയിൽ നിന്ന് ഒരൊറ്റ വിരലാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു ഭീമാകാരൻ പാമ്പായിരുന്നു. പാമ്പിന്റെ വലിപ്പം കണ്ട് അവിടെയുള്ളവരെല്ലാവരും അന്തം വിട്ട് പേടിച്ചോടുകയാണ്. ആ പാമ്പ് എത്രയോ കൊല്ലങ്ങളായി ആ മണ്ണിനടിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പുറത്തേക്ക് വന്ന ആ പാമ്പ് അവിടെയുള്ള വർക്കേഴ്സിനെ എല്ലാം അടിച്ചു തെറിപ്പിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ജീവനും കൊണ്ട് ഓടുകയാണ്. സൂപ്പർവൈസർ ആണെങ്കിൽ ഭാഗ്യത്തിന് ഒരു ബസിന്റെ അടിയിൽ പെടാതെ എങ്ങനെയോ രക്ഷപ്പെടുന്നു. പിന്നീട് അവർ നോക്കുമ്പോഴാണ് ആ സ്ഥലം മുഴുവൻ കുലുങ്ങുന്ന പോലെ തോന്നുന്നത്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് പൈത്തൺ പാമ്പിന് പിന്നാലെ ഒരു ഭീമാകാരൻ ദിനോസർ വരുന്നത് കാണുന്നത്. അത് വരുന്ന വഴിയിൽ അവിടെയുണ്ടായിരുന്ന ആളുകളെയെല്ലാം ചവിട്ടി മെതിച്ചിട്ടാണ് വരുന്നത്. ആ ദിനോസർ വരുന്നത് പാമ്പിന്റെ അടുത്തേക്കാണ്. പാമ്പും കീരിയുമല്ലേ ശത്രുക്കൾ? എന്നാൽ ഇവിടെ ആ വലിയ ദിനോസറും പാമ്പുമാണ് പരമ്പരാഗത ശത്രുക്കൾ. അടുത്തതായി കാണുന്നത് ക്യൂൻ ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ MD ക്യൂൻ എന്ന ആളെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഐലൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇക്കോളജിക്കൽ പാർക്കാക്കി മാറ്റാനായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഇക്കോളജിക്കൽ പാർക്കിന്റെ പേര് ഡെസേർട്ട് ഐലൻഡ് പാരഡൈസ് എന്നാണ്. അടുത്തതായി കാണിക്കുന്നത് ഒരു കൊച്ചു പയ്യനെയാണ്. അവനാണ് കായ്. അവന്റെ പിറകിൽ എന്തോ ഒരു രൂപം ഉള്ളതുപോലെ തോന്നി പേടിച്ച് അനങ്ങാതെ തന്നെ അവിടെ കിടക്കുകയാണ്. ആ രൂപം അടുത്തു വരുന്നതായി തോന്നിയപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവന്റെ ഒരു കാലിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്നാലും അവൻ പറ്റുന്ന പോലെ ആ വയ്യാത്ത കാലും വെച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഓടുന്നതിന്റെ ഇടയിൽ അവൻ കാല് തട്ടി മറിഞ്ഞു വീഴുന്നു. വീണ് കിടക്കുന്ന അവൻ പേടിച്ച് പിറകിലൂടെ വരുന്ന ആ രൂപത്തെ നോക്കുകയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, അത് അവന്റെ അമ്മയായിരുന്നു. അവന്റെ ആഗ്രഹപ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ ഐലൻഡിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അവർ. അതിനുവേണ്ടി കായെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു അവന്റെ അമ്മ. ഐലൻഡിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അറിയാനായിരുന്നു അത്. പക്ഷേ ആ ടെസ്റ്റിൽ അവൻ ഫെയിൽ ആയതുകൊണ്ട് നമുക്കിപ്രാവശ്യം പ്ലാൻ ക്യാൻസൽ ചെയ്യാം. നിന്റെ കാലിന്റെ അസുഖം പൂർണ്ണമായി റിക്കവർ ആകുമ്പോൾ നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുന്നു. നിങ്ങൾ അവിടെ കൊണ്ടുപോകാമെന്ന് പ്രോമിസ് ചെയ്തതല്ലേ എന്ന് കായ് ചോദിക്കുന്നു. നിനക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് പോകാൻ സാധിക്കുന്നത്? സ്വന്തം അമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ട് വിഷമിച്ച് ശരിയാ, ഞാൻ കാലിന് വയ്യാത്തവനാണ്, എനിക്ക് അങ്ങോട്ടും പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് അവൻ ഉറങ്ങാൻ പോകുന്നു. അപ്പോഴാണ് ഒരു സയന്റിസ്റ്റ് ടിവിയിൽ പറയുന്നത് കാണിക്കുന്നത്. പണ്ട് ജീവിച്ചിരുന്ന ജീവികൾ ഇപ്പോഴും മണ്ണിനടിയിൽ സർവൈവ് ചെയ്യുന്നുണ്ടെന്നും ഇപ്പോഴത്തെ ഗ്ലോബൽ വാർമിങ്ങും മറ്റു കാരണങ്ങൾ കൊണ്ട് ഇവ പുറത്തു വരുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള ജീവികൾ ഉണ്ടോ എന്നുള്ളത് സത്യമാണോ അതോ കെട്ടുകഥയാണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്റെ റിസർച്ചുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. നേരത്തെ കായ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതുകൊണ്ട് സങ്കടം തോന്നി അവന്റെ അമ്മ ആ ഐലൻഡിലേക്ക് പോകാനുള്ള 2 ടിക്കറ്റ് റെഡിയാക്കി അവന്റെ ബെഡിൽ കൊണ്ടുവെക്കുന്നു. ആ ടിക്കറ്റുകൾ കണ്ട കായ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ ഐലൻഡിൽ എത്തുന്നു. അവർ ഒരു ബസ്സിലാണ് അവിടെ മുഴുവൻ കാണാൻ പോകുന്നത്. ആ ഐലൻഡിലെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു ഗൈഡും ബസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല തുടക്കത്തിൽ കാണിച്ച ആ ഐലൻഡിന്റെ ഓണറും ആ ബസ്സിലുണ്ടായിരുന്നു. ഇതേ സമയം ആ ഐലൻഡിലെ കാടിനുള്ളിൽ ഒരു ഡെഡ് ബോഡി എന്തോ വന്ന് വലിച്ചു കൊണ്ടുപോകുന്നതായി കാണിക്കുന്നു. കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളൊന്നും അറിയാതെ ആ ബസ്സിലുള്ളവർ നല്ല സന്തോഷത്തിൽ ട്രിപ്പ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ബസ്സിന്റെ കണ്ണാടിയിൽ കാക്ക വന്നിടിക്കുകയും ഒരു കൂട്ടം കാക്കകൾ പറന്നു പോകുന്നതും കാണിക്കുന്നത്. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ ഗൈഡ് പറയുന്നത് ഇതൊക്കെ ഇവിടെ സാധാരണമായി നടക്കുന്നതാണ്, പക്ഷികൾ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ആരും പേടിക്കണ്ട എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കുന്ന കായ് ഒരു കാഴ്ച കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. അതൊരു ഭീമാകാരൻ പാമ്പായിരുന്നു. പക്ഷെ അവൻ അത് ദിനോസർ
ഡിനോസർ ആണെന്ന് വിചാരിച്ച് അമ്മയോട് പറയുന്നു. അത് കേട്ട അവന്റെ അമ്മ അതത്ര കാര്യമായി എടുക്കുന്നില്ല. അപ്പോഴാണ് വലിയ കല്ലുകൾ ബസ്സിനു നേരെ വരുന്നത് ഡ്രൈവർ കാണുന്നത്. ആ കല്ല് ബസ്സിൽ തട്ടാതിരിക്കാൻ അയാൾ പെട്ടെന്ന് വണ്ടി കാട്ടിലേക്ക് തിരിക്കുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ട ബസ് ഒരു മരത്തിലിടിച്ച് നിൽക്കുന്നു. ബസ്സിലുള്ളവർക്ക് കാര്യമായി പരിക്കുകളൊന്നും പറ്റുന്നില്ല. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ബസ്സിന്റെ ടയർ മണ്ണിൽ താഴ്ന്നു പോയത് മനസ്സിലാവുന്നത്. അത് ശരിയാക്കാതെ ബസ് ഇനി എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ബസ് തള്ളിക്കയറ്റാൻ നോക്കുകയാണ്. ടോയ്ലറ്റിൽ പോകാൻ തോന്നിയ കായ് വാഷ്റൂം എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അവനെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബസ് കിടക്കുന്നതിന്റെ കുറച്ചു മാറി ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തു വന്ന് കാര്യം സാധിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ അയാൾ അവിടെ വെറുതെ ഇരുന്ന ഒരു തവളയുടെ മേൽ മൂത്രമൊഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്നും നീണ്ട നാവ് പോലെ തോന്നുന്ന ഒരു സാധനം വന്ന് അയാളെ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കായ് അവിടെ അയാളുടെ പൊടി പോലും കാണുന്നില്ല. കട്ട് ചെയ്ത് കാണിക്കുന്നത് നേരത്തെ ബസ്സിൽ വന്ന് വീണ കല്ലിൽ എന്തോ ഒരു പച്ച കളർ ലിക്വിഡ് കണ്ടു നോക്കുന്ന ഒരു അപ്പൂപ്പനെയാണ്. അയാൾ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അയാളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് പെണ്ണും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ കാട്ടിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് പേടിച്ച അപ്പൂപ്പൻ അത് ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, ഈ ഐലൻഡ് നല്ല സേഫ് ആണ് എന്നൊരാൾ പറഞ്ഞ് തിരിഞ്ഞതും അവിടെ നിന്നിരുന്ന മറ്റൊരാളെ നേരത്തെ വന്ന അതേ നാവ് പോലെയുള്ള ജീവി പിടിച്ചുകൊണ്ടു പോകുന്നു. ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും അവരിൽ ഒരാളെ കാണാതെ പോയത് അറിഞ്ഞ് എല്ലാവരും കൂടി അയാളെ തിരയുന്നു. അപ്പോഴാണ് അടുത്ത ഒരാളെ കൂടി ആ ജീവി പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇത് കണ്ട് പേടിച്ചു പോയ എല്ലാവരും പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി ഡോർ ക്ലോസ് ചെയ്യുന്നു. അപ്പോഴാണ് കായുടെ അമ്മയ്ക്ക് അവൻ ബസ്സിലില്ലാത്തത് മനസ്സിലാവുന്നത്. പെട്ടെന്നാണ് ആ ജീവിയുടെ നാക്ക് വീണ്ടും ബസ്സിനുള്ളിൽ വരുന്നത്. അപ്പോഴാണ് ആ ജീവിയെ കാണിക്കുന്നത്. അത് ഒരു വലിയ തവളയായിരുന്നു. ആ തവള ബസ്സിനടുത്ത് വന്ന് അതിന്റെ ഉണ്ടക്കണ്ണ് വെച്ച് ബസ്സിനുള്ളിലേക്ക് നോക്കുന്നു. എന്നാൽ സയന്റിസ്റ്റ് അപ്പൂപ്പന് ആ തവളയെ കുറിച്ച് അറിയാമായിരുന്നു. നമ്മുടെ മൂവ്മെന്റ്സ് വെച്ചാണ് അത് ഇരകളെ പിടിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും അനങ്ങാതെ നിൽക്കാൻ അപ്പൂപ്പൻ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും പേടിച്ച് ശ്വാസം പോലും വിടാതെ അനങ്ങാതെ നിൽക്കുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് കായയാണ്. അവന്റെ പിന്നാലെയും ഒരു തവള വരുന്നതായി കാണിക്കുന്നു. അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി അവൻ അവിടെ ഉണ്ടായിരുന്ന നദിയിലേക്ക് ചാടി വെള്ളത്തിനടിയിലേക്ക് പോയി ശ്വാസം പിടിച്ച് ഇരിക്കുന്നു. പക്ഷെ അവന് അധികം സമയം അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് അവിടെ നിന്ന് ഓടി ഒരു മരത്തിന്റെ പൊത്തിൽ കയറി ഒളിക്കുന്നു. തവള അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ആ പൊത്ത് വളരെ ചെറുതായതിനാൽ തവളയ്ക്ക് അതിനകത്തെ നാക്കിടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ തവള മരക്കഷ്ണം ദേഷ്യത്തിൽ കാട്ടിലേക്ക് ഉരുട്ടിവിടുന്നു. അതേസമയം ബസ്സിന്റെ അവിടെ മറ്റൊരു വലിയ ജീവിയുടെ വാല് വന്ന് ബസ് എടുത്ത് പൊക്കുകയാണ്. ബസ്സിനുള്ളിലുള്ളവർ കിട്ടിയ സ്ഥലത്തെല്ലാം പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ബസ്സിന്റെ ഡോർ ഓപ്പൺ ആയി അതിലൂടെ ഒരു പെണ്ണ് താഴേക്ക് വീഴാൻ പോകുന്നു. ഇത് കണ്ട ഡ്രൈവർ അവളെ വീഴാതെ പിടിക്കുന്നു. ഡ്രൈവർ വീഴാതിരിക്കാൻ ഡ്രൈവറിനെ കായുടെ അമ്മയും പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അധികം സമയം അയാൾക്ക് അവളെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ പിടിവിട്ട് അവൾ താഴേക്ക് വീഴുന്നു. അപ്പോഴാണ് ആ ജീവി എന്താണെന്ന് കാണിക്കുന്നത്. അതാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടറായ പൈത്തൺ പാമ്പ്. അവരുടെ കഥ കഴിഞ്ഞെന്ന് എല്ലാവരും വിചാരിച്ചു നിൽക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് പാമ്പ് ബസ്സിന്റെ പിടിവിട്ട് ഒറ്റപ്പോക്കാണ്. ബസ് അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല പരിക്ക് പറ്റുന്നുണ്ട്. ബസ് ആണെങ്കിൽ തവിട് പൊടിയായി കിടക്കുന്നു. കായയുടെ അമ്മയ്ക്ക് അവന്റെ ഓർമ്മകൾ വരുന്നുണ്ട്. ബോധം വന്നപ്പോൾ തന്നെ അവർ കായെ അന്വേഷിക്കുകയാണ്. അതേസമയം ബസ്സിലുണ്ടായിരുന്ന ഗൈഡ് ഐലൻഡിന്റെ ഓണറെ എടുത്തടിക്കുകയാണ്. ഈ ഐലൻഡ് ഫുള്ളി ഡെവലപ്പ് ആയിട്ടൊന്നുമില്ല. അവിടെ വന്നിരുന്ന എല്ലാവരോടും എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞാണ് ഓണർ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. മാത്രമല്ല അവർക്ക് തിരിച്ചു പോകാനുള്ള ഫെറി ബോട്ടും ഇനി 2 ദിവസം കഴിഞ്ഞ് അവിടേക്ക് വരികയുള്ളൂ എന്നെല്ലാം ഗൈഡ് എല്ലാവരോടുമായി പറയുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ചതി പറ്റിയ കാര്യം മനസ്സിലാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാകുന്നു. അതേസമയം സയന്റിസ്റ്റ് അപ്പൂപ്പൻ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് ഒരു കാര്യം കണ്ടുപിടിച്ചെന്ന് പറയുന്നു. അപ്പോഴാണ് വലിയ ഒരു സൗണ്ടും കുലുക്കവും കേൾക്കുന്നത്. അത് കേട്ട് എല്ലാവരും ബസ്സിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ദാ വരുന്നു ഒരു ദിനോസർ. കട്ട് ചെയ്ത് കാണിക്കുന്നത് കായയാണ്. അവനേതോ ഒരു ഗുഹയിലാണ് വന്ന് വീണിട്ടുള്ളത്. അവിടെ ഹൈറ്റിലുള്ള കൂണുകളും പിന്നെ വലിയ മുട്ടകളും ഉണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു നിഴൽ കണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന മുട്ടകളുടെ ഇടയിൽ കയറി ഒളിക്കുന്നു. എന്നാൽ അപ്പോൾ അവിടെ വന്നത് ഒരു കുട്ടി ഡിനോസർ ആയിരുന്നു. അവൻ ആ മുട്ടകൾ പൊട്ടിച്ച് കഴിക്കുകയാണ്. അപ്പോഴാണ് ഡിനോസർ കാണാതെ അവിടെ ഒളിച്ചിരുന്ന കായുടെ വാച്ചിൽ അലാറം അടിക്കുന്നത്. അലാറത്തിന്റെ സൗണ്ട് കേട്ടതും ഡിനോസർ അവനെ കാണുന്നുണ്ട്. ജീവനം കൊണ്ട് അവൻ ഓടുകയാണ്. ഡിനോസർ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മുട്ടകളെല്ലാം പൊട്ടിപ്പോകുന്നുണ്ട്. അവനെ പിടിക്കാൻ വരുന്ന ഡിനോസർ തെന്നി വീഴുന്നു. അത് വീണിടത്ത് നിന്ന് എണീറ്റ് നോക്കുമ്പോൾ കായ അവിടെ കാണുന്നില്ല. അവൻ ഒരു മുട്ടത്തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഡൈനോസർ അവനെ അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ പൈത്തൺ പാമ്പ് വന്ന് അതിനെ എടുത്തു വിഴുങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് പാമ്പിന്റെ സ്ഥലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന തന്റെ മുട്ടകളെല്ലാം പൊട്ടിക്കിടക്കുന്നത്
പോകുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് ആ പാമ്പ്. അപ്പോഴാണ് കായ് അവിടെ ഉണ്ടായിരുന്ന ഒരു മുട്ടയുടെ തോടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ട പാമ്പ് ഒരു കുട്ടിയെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നു. കായ് പാമ്പിന്റെ മുട്ടയിൽ നിന്നും പുറത്തു വന്നതുകൊണ്ട് അത് വിചാരിക്കുന്നത് അവൻ തന്റെ കുട്ടിയാണെന്നാണ്. മറ്റൊരു മുട്ടയിൽ നിന്നും ഒരു കുട്ടിപ്പാമ്പ് വരുന്നതും കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള അതിന്റെ മുട്ടകളെല്ലാം പൊട്ടിപ്പോയതിന്റെ വിഷമത്തിൽ ആ പാമ്പ് വലിയ ശബ്ദമുണ്ടാക്കുന്നു. അതിന്റെ ശ്രദ്ധ മാറിയ തക്കം നോക്കി കായ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതേസമയം ബസിന്റെ അവിടെ ഡൈനോസർ ആരെയും കാണാത്തതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഡൈനോസർ അവിടെ നിന്ന് പോയതുകൊണ്ട് എല്ലാവർക്കും ആശ്വാസമാകുന്നുണ്ട്. ഇവിടെയുള്ള ഒരു മലയുടെ മുകളിൽ തന്റെ റിസർച്ച് ടീം ഉണ്ട്. ഓണർ ഉദ്ദേശിച്ചിരുന്നത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആളുകളെ ആയിരുന്നു. അവിടെ പോയാൽ നമുക്ക് ബോട്ടിലേക്കുള്ള സിഗ്നൽ അയക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാമെന്ന് ഐലൻഡ് ഓണർ പറയുന്നു. അപ്പോൾ കായുടെ അമ്മ ഓടി വന്ന് എന്റെ മകൻ ഇവിടെ എവിടെയോ ഉണ്ട്, അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് അയാളോട് പറയുന്നു. ഇവിടെയുള്ള ഇത്രയും ആളുകളുടെ ജീവൻ അപകടത്തിലാക്കി നിന്റെ മകന്റെ ജീവന് വേണ്ടി ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുക്കണോ എന്നയാൾ ചോദിക്കുന്നു. മാത്രമല്ല അവിടെയുള്ള ആളുകളെല്ലാം കൂടി ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കരയുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ തനിയെ കായെ അന്വേഷിച്ച് പോകാൻ തീരുമാനിക്കുന്നു. അവളുടെ നിസ്സഹായാവസ്ഥ കണ്ട ബസ് ഡ്രൈവറും അവളെ സഹായിക്കാനായി കൂടെ പോകുന്നു. അപ്പോൾ കുറച്ച് ചെടികളുടെ ഇടയിൽ നിന്നും അനക്കം കേൾക്കുന്ന അവർ അതെന്തോ അപകടമാണെന്ന് വിചാരിച്ച് അതിനെ നേരിടാനായി നിൽക്കുന്നു. എന്നാൽ അത് സയന്റിസ്റ്റ് അപ്പൂപ്പനും അസിസ്റ്റന്റ് പെണ്ണുമായിരുന്നു. അങ്ങനെ അവർ 4 പേരും കൂടി കായെ അന്വേഷിച്ചു പോകുന്നു. ആ സമയത്താണ് കാട്ടിലൂടെ നടന്നു പോകുന്ന കായുടെ കാലിൽ ഒരു വള്ളി കുരുങ്ങി അവനെ വലിച്ചു കൊണ്ടുപോകുന്നു. ആ കാട്ടിലുണ്ടായിരുന്ന ജീവികൾക്ക് പുറമെ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ വലിപ്പവും അതിഭീകരമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കാർണിവോറസ് ചെടി കായുടെ നേരെ വായ തുറന്ന് അതിന്റെ വലിയ മുള്ളുകൾ കായുടെ നേരെ തുപ്പുന്നു. ആ മുള്ളുകളിൽ നിന്നും കഷ്ടിച്ചാണ് അവൻ രക്ഷപ്പെടുന്നത്. ആ സമയത്താണ് നമ്മുടെ പാമ്പ് അവനെ രക്ഷിക്കാനായി അവിടെ എത്തുന്നത്. അവൻ അതിന്റെ സ്വന്തം കുട്ടിയാണെന്നാണ് ആ പാമ്പ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. പാമ്പ് അവിടെ വന്ന് ആ ചെടികളെയെല്ലാം നശിപ്പിക്കുന്നു. എന്നിട്ടത് സ്നേഹത്തോടെ കായുടെ അടുത്ത് വന്ന് അതിന്റെ ദേഹത്തു കയറിയ ഒരു മുള്ളെടുക്കാൻ അവന്റെ സഹായം ചോദിക്കുന്നു. കായ് അതിന്റെ ദേഹത്തുള്ള മുള്ളിന് മേലെ ഒരു വള്ളി കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെ പാമ്പ് ഈസിയായി ആ മുള്ളു വലിച്ചൂരിയെടുക്കുന്നു. കായ്ക്കാണെങ്കിൽ അപ്പോഴേക്കും ആ പാമ്പിനോടുള്ള ഭയമെല്ലാം മാറിയിരുന്നു. ആ പാമ്പ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു മരത്തിൽ അതിന്റെ വാല് തട്ടിയപ്പോൾ ആ മരത്തിലെ പഴങ്ങളെല്ലാം താഴെ വീഴുന്നു. വിശന്നിരുന്നിരുന്ന കായ് ഓടിപ്പോയി ആ പഴങ്ങൾ എടുത്തു കഴിക്കുന്നു. അതേസമയം ബസ്സിലുണ്ടായിരുന്ന ബാക്കി ആളുകളെല്ലാവരും മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ കൺസ്ട്രക്ഷൻ നടന്നിരുന്ന മലയുടെ അവിടെ വന്നു നോക്കുമ്പോൾ ആ സ്ഥലമെല്ലാം നശിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആ സ്ഥലത്തിന്റെ അവസ്ഥ കണ്ട് എല്ലാവരും അപ്പോ നമുക്കിനി എവിടെന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് വിചാരിച്ച് വിഷമിച്ച് കരയുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വലിയ ഡൈനോസർ വരുന്നത്. അതിന്റെ വലിയ വാൽ ഐലൻഡ് ഓണറിനെയും ഗൈഡിനെയും തട്ടാനായി പോകുന്നത് പോലെ കാണിക്കുന്നു. കായെ അന്വേഷിച്ച് നടന്നു രാത്രിയാകുന്നു. അവന്റെ വാച്ച് ട്രാക്ക് ചെയ്ത് കായുടെ അമ്മ അവൻ ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ പുറത്തെന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഡ്രൈവർ കായുടെ അമ്മയുടെ പുറത്തെ നോക്കുമ്പോൾ അവരുടെ ദേഹത്ത് വലിയ ഒരു അട്ട ഇരിക്കുന്നത് കണ്ട് അയാൾ അതിനെ എടുത്തു കളയുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു ഡൈനോസർ വരുന്നത്. ഇത് കണ്ട അവർ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള തീ അണച്ച് അവിടെ ഒളിച്ചിരിക്കുന്നു. ആ ഡൈനോസർ ഇവിടെയെല്ലാം വന്നു നോക്കി ആരെയും കാണാതെ അവിടെ നിന്ന് പോകുന്നു. അതേസമയം കായ് കാട്ടിൽ തണുത്തു വിറച്ച് പേടിച്ച് കിടക്കുന്നത് കാണിക്കുന്നു. തനിയെ അങ്ങനെ കിടക്കുമ്പോൾ പണ്ട് സംഭവിച്ച ഫയർ ആക്സിഡന്റിന്റെ ഓർമ്മകൾ അവന് വരുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്തു. കായ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ ദേഹത്ത് ഒരു ഇല കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു. അത് ആ പാമ്പിന്റെ പണിയായിരിക്കും. ഇതേ സമയം കായുടെ അമ്മയും ടീമും അവനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു വിചിത്രമായ കാഴ്ച കണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അത് ആ പൈത്തൺ പാമ്പിന്റെ തോലുരിച്ചിട്ടതായിരുന്നു. കായുടെ അമ്മ കുറച്ചു സമയം അത് നോക്കി നിന്ന് വീണ്ടും അവനെ അന്വേഷിച്ചു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കായയാണ്. അവൻ നടന്ന് ഡൈനോസറിന്റെ മുമ്പിൽ ചെന്ന് പെടുന്നു. നേരത്തെ കാണിച്ച ആ വലിയ തവളയെ കൊന്നു തിന്നുകയായിരുന്നു ആ ഡൈനോസർ. ഫുഡ് കഴിക്കുന്നതിന്റെ കോൺസെൻട്രേഷനിലായതുകൊണ്ട് കായെ അത് കണ്ടിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ കായെ ആരോ പിടിച്ച് വലിക്കുകയാണ്. അത് അവന്റെ അമ്മയായിരുന്നു. ഡൈനോസർ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ എല്ലാവരും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഒരു പാറയുടെ മറവിൽ ഇരിക്കുകയാണ്. എന്തോ ഒരു സംശയം തോന്നിയ ഡൈനോസർ അവർ ഒളിച്ചിരുന്ന പാറയുടെ അടുത്ത് വന്ന് നോക്കുന്നു. എന്നിട്ടത് അപ്പൂപ്പന്റെ തലയിലേക്ക് കാഷ്ടിക്കുന്നു. മണം സഹിക്കാൻ പറ്റാതെ അപ്പൂപ്പൻ മൂക്ക് പൊത്തി സഹിച്ചിരിക്കുന്നു. പണിയും കഴിഞ്ഞ് ആ ഡിനോസർ അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും അത് അവിടുന്ന് പോയി ഇനി രക്ഷപ്പെട്ടെന്ന് ആശ്വസിച്ച് ഇരിക്കുമ്പോഴാണ് ആ ഡൈനോസർ വായും പൊളിച്ചുകൊണ്ട് കായെ തിന്നാൻ വരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് അവരെല്ലാവരും രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടുകയാണ്. ഡൈനോസർ വിടാതെ പിന്നാലെ തന്നെയുണ്ട്. ആ ഡൈനോസർ കായുടെയും അമ്മയുടെയും പിന്നാലെ പോയി വായും പൊളിച്ച് അവരെ തിന്നാനായി പോകുമ്പോൾ അതിന്റെ തല 2 പാറകളുടെ ഇടയിൽ കുടുങ്ങിപ്പോകുന്നു. ഡൈനോസറിന്റെ തല കുടുങ്ങിയ ഗ്യാപ്പിൽ കായും അമ്മയും അവിടെ നിന്ന് ഓടുന്നു. കായയ്ക്ക് മര്യാദയ്ക്ക് ഓടാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ അമ്മ കാലിലെ കെട്ട് ശരിയാക്കാനായി ഒരു മരത്തിന്റെ മറവിലിരുന്ന് ശരിയാക്കുകയാണ്. ഇടയ്ക്ക് ഡൈനോസർ വരുന്നുണ്ട് എന്നും അവർ
അവർ നോക്കുന്നുണ്ട്. അങ്ങനെ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഡൈനോസർ തല കുരുങ്ങിയതിൽ നിന്നും രക്ഷപ്പെട്ട് അവരുടെ അടുത്തേക്ക് വീണ്ടും വരുന്നു. ഇത് കണ്ട അവർ അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും ഓടുന്നു. പിന്നാലെ ഡൈനോസറും. അങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ അവരുടെ മുന്നിൽ ദാ മറ്റൊരു ഡിനോസറും വന്നു നിൽക്കുന്നു. രണ്ട് ഡൈനോസറുകളുടെ ഇടയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചവർ നിൽക്കുന്നു. പെട്ടെന്ന് അവർ രണ്ടും കൂടി ഒരുമിച്ച് അവരുടെ അടുത്തേക്ക് ചീറിക്കൊണ്ടുവരുന്നു. അപ്പോൾ ദേ വരുന്നു നമ്മുടെ പൈത്തൺ പാമ്പ്. അതിന്റെ കുട്ടിയെ ആക്രമിക്കാൻ പോയ രണ്ട് ഡൈനോസറുകളെയും അത് കടിച്ചു പറക്കുന്നു. ഒരു ഡൈനോസറുമായി പാമ്പ് ഫൈറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്ന് കായുടെയും അമ്മയുടെയും അടുത്തേക്ക് പാഞ്ഞു വരുന്നു. ഇത് കണ്ട പാമ്പ് പെട്ടെന്ന് തന്നെ അതിന്റെ വാലുകൊണ്ട് ആ ഡൈനോസറിനെ ചുരുട്ടിയെടുത്ത് വീശിയെറിയുന്നു. അപ്പോഴേക്കും ഡ്രൈവറും അപ്പൂപ്പനും അവിടെ വന്ന് കായയെയും അമ്മയെയും കൂട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോകുന്നു. കൂടുതൽ ഡൈനോസറുകൾ അവിടെ എത്തുകയും എല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് പാമ്പിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാമ്പിന്റെ ഈ അവസ്ഥ കണ്ട് കായ്ക്ക് വളരെയധികം വിഷമമാകുന്നു. നമുക്ക് പാമ്പിനെ സഹായിക്കണ്ടേ എന്നവൻ അവരോട് ചോദിക്കുന്നുണ്ട്. ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പാമ്പും ഡൈനോസറുകളും അനങ്ങാതെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. അവർ എല്ലാവരും കൂടി മലയുടെ അവിടേക്കാണ് ഓടിപ്പോകുന്നത്. പോകുന്ന വഴിയിൽ അവർ ക്ഷീണം മാറ്റാനായി ഒരു നദിയുടെ അവിടെ എത്തുന്നു. അവിടെ വെച്ച് കായുടെ അമ്മ അവന്റെ കാൽ ശരിക്ക് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ കായ് അവന്റെ അമ്മയെ വിഷമിപ്പിച്ചതിൽ സോറി ചോദിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെയുള്ള നദിയിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുന്നത്. ഇത് കണ്ട അപ്പൂപ്പൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഐലൻഡ് വിട്ട് പോകണം, ഇനിയും ജീവികൾ ഭൂമിയുടെ അടിയിൽ നിന്നും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് മലയുടെ മുകളിലെത്തുന്നു. പക്ഷെ അവിടെ ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ സ്ഥലത്തിന്റെ അവസ്ഥ കണ്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നു. അവിടെയുണ്ടായിരുന്ന ഫോസിലുകളും മണ്ണിന്റെ ഘടനയും കണ്ട് സയന്റിസ്റ്റ് അപ്പൂപ്പൻ പറയുന്നത് ഈ സ്ഥലം റൂള് ചെയ്യുന്ന ഏതോ ഒരു വലിയ ജീവി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലവും ആ കാടും വേറെ വേറെ ഐലൻഡ്സ് ആയിരുന്നു. എന്നാൽ പണ്ടുണ്ടായ ഭൂമികുലുക്കം കാരണം ഈ രണ്ട് ഐലൻഡുകൾ കൂട്ടിയിടിച്ച് ഒന്നാകുകയും ചെയ്തതാവാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് ഐലൻഡുകളിൽ ഒന്ന് ഭരിച്ചിരുന്നത് പൈത്തൺ പാമ്പും മറ്റേ ഐലൻഡിൽ ഭരിച്ചിരുന്നത് ആ വലിയ ഡൈനോസറുമായിരുന്നു. എന്നാൽ ഈ രണ്ട് ഐലൻഡുകളും കൂടിച്ചേർന്നപ്പോൾ ഇവർ തമ്മിൽ ആരാണ് വലിയവൻ എന്നറിയുവാനുള്ള ഫൈറ്റുകൾ ആരംഭിച്ചതാണ്. അങ്ങനെ 10,000 വർഷങ്ങളായി ഇപ്പോഴും ഈ ഫൈറ്റ് തുടർന്നു പോകുന്നു. കായ് അവിടെ നടക്കുമ്പോൾ നേരത്തെ ഗൈഡ് റെക്കോർഡ് ചെയ്തിരുന്ന ക്യാമറ അവന് കിട്ടുന്നു. അവൻ അതിലെ റെക്കോർഡ് ചെയ്ത വീഡിയോ നോക്കി നിൽക്കുമ്പോഴാണ് ആ ഓണർ അവിടെ വരുന്നത്. അയാൾ അവന്റെ കഴുത്തിൽ കത്തിവെച്ച് ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. നേരത്തെ ഉണ്ടായ സംഭവത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും മരിച്ചു പോയിരുന്നു. അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഐലൻഡിൽ ഇനി ഒരു പ്രൊജക്റ്റും നടത്താൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലായ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാകുന്നു. എന്നാൽ അപ്പോഴാണ് ആ വലിയ ഡൈനോസർ അവിടെ വരുന്നത്. ഇത് കണ്ട് എല്ലാവരും കായെ അയാളിൽ നിന്ന് രക്ഷിച്ച് ഓടിപ്പോകുന്നു. ഓണർ അവിടെ നിന്ന് ഓടിപ്പോകാതെ അതിന്റെ കാലിനടിയിൽപ്പെട്ട് ചമ്മന്തിയാകുന്നു. അവർ അവിടെ ഒരു വണ്ടി കിടക്കുന്നത് കണ്ട് അതിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ പിന്നാലെ തന്നെ ആ ഭീമാകാരൻ ഡൈനോസറും ഉണ്ടായിരുന്നു. സ്പീഡിൽ പോകുന്നതിന്റെ ഇടയിൽ ആ ജീപ്പ് പാറയിൽ പോയി ഇടിക്കുന്നു. അപ്പോഴേക്കും ഡൈനോസർ അവിടെ എത്തി അവരെ തിന്നാനായി വായ തുറക്കുന്നു. എന്നാൽ കറക്റ്റ് ടൈമിൽ നമ്മുടെ പാമ്പ് മച്ചാൻ അവിടെ എത്തുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. പാമ്പിനെ കണ്ട് കായ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. ഡ്രൈവറിന് നേരത്തെ ഉണ്ടായ അപകടത്തിൽ കാലിൽ നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ പാമ്പും ഡൈനോസറും തമ്മിൽ ഗംഭീര ഫൈറ്റ് നടക്കുന്നു. ഫൈറ്റിൽ രണ്ടുപേർക്കും നല്ല പരിക്കുകൾ പറ്റുന്നുണ്ട്. പാമ്പിന് ഡൈനോസറിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കണ്ട് അപ്പൂപ്പൻ പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ആ പാമ്പിനെ സഹായിക്കണം. ഡൈനോസർ വലിയ അപകടകാരിയാണ്. അതിനെ ജീവിക്കാൻ വിട്ടാൽ അത് നമ്മുടെ ഭൂമി മുഴുവൻ നശിപ്പിക്കും. ഇത് കേട്ട കായുടെ അമ്മ അവിടെ എക്സ്പ്ലോസീവ്സ് ഇരിക്കുന്നത് കണ്ട് അതെല്ലാം എടുത്ത് ജീപ്പിൽ വെച്ച് എന്തോ തീരുമാനിച്ചതുപോലെ ജീപ്പ് വേഗത്തിൽ ഓടിച്ച് ഡൈനോസറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. കായുടെ അമ്മ ജീപ്പിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ജീപ്പിൽ ഉണ്ടായിരുന്ന എക്സ്പ്ലോസീവ്സ് ഒട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയം ജീപ്പിന്റെ പെട്രോൾ ടാങ്ക് ലീക്ക് ആവുന്നത് കണ്ട് ഒരു പന്തം കത്തിച്ച് അതിന്റെ പെട്രോൾ ടാങ്കിനടുത്തേക്ക് എറിയാൻ നോക്കുന്നു. പക്ഷേ ആ പന്തം ജീപ്പിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട കായ് അവിടെ കിടക്കുന്ന പന്തമെടുക്കാൻ ഓടിപ്പോകുന്നു. എന്നാൽ അവന്റെ കാലിലെ കെട്ട് മുഴുവനായി അഴിഞ്ഞുപോയി അവൻ നിലത്ത് വീഴുന്നു. പാമ്പിനെ ആ ഡൈനോസർ കടിച്ചു കൊല്ലാറാക്കുന്നത് കണ്ട് പാവം തോന്നിയ കായ് അവിടെ നിന്ന് മുഴുവൻ ശക്തിയും എടുത്ത് എണീറ്റ് ഓടുന്നു. എന്നിട്ട് ആ പന്തമെടുത്ത് കറക്റ്റായി ജീപ്പിനടുത്തേക്ക് എറിയുന്നു. അങ്ങനെ അവിടെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അതിന്റെ ആഘാതത്തിൽപ്പെട്ട് കായ് വീഴുന്നുണ്ട്. ആ വലിയ പൊട്ടിത്തെറിയിൽപ്പെട്ട ഡൈനോസറിനെ പാമ്പ് വലിഞ്ഞു മുറുക്കി അതിന്റെ കഴുത്തിൽ കടിച്ച്
കൊന്നുകളയുന്നു. കായന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട് സങ്കടം തോന്നിയ പാമ്പ് അവന്റെ അടുത്ത് വന്ന് അവനെ എഴുന്നേൽപ്പിക്കാനായി അലറുന്നു. ആ അലർച്ച കേട്ടതും അനക്കമില്ലാതെ കിടന്ന കായ് പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. അവന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കട്ട് ചെയ്ത് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ കിടന്നുറങ്ങുന്ന കായയാണ്. അവന്റെ കാലിപ്പോൾ ശരിയായിട്ടുണ്ട്. സയന്റിസ്റ്റ് അപ്പൂപ്പനും അസിസ്റ്റന്റും കൂടി വീണ്ടും ആ ഐലൻഡിലേക്ക് റിസർച്ചിന് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്തൊരു കിടിലൻ മൂവിയുമായി ഉടനെ തന്നെ വരുന്നതാണ്. ബൈ.